ഫുട്ബോൾ പ്രേമികൾ ഇരിപ്പിടം ചവിട്ടുപടികളാകാതെ വെടികെ വരുന്ന മുഴുവൻ ഫുട്ബോൾ പ്രേമികൾക്കും ഇതിന്റെ മത്സരം വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. മാന്യ ഫുട്ബോൾ പ്രേമികൾ നിങ്ങളുടെ നിരകളിലേക്ക് കയറി നിന്നുകൊണ്ടും അടുപ്പിച്ചിരുന്നുകൊണ്ടും വെടികെ വരുന്ന മുഴുവൻ ഫുട്ബോൾ പ്രേമികൾക്കും മത്സരം വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ഇരിപ്പിടം ചവിട്ടുപടികളാകാതെ വെടികെ വരുന്ന മുഴുവൻ ഫുട്ബോൾ പ്രേമികൾക്കും ഇരുന്നുകൊണ്ട് മത്സരം വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ഈ ടൂർണമെന്റിനെ കമ്മിറ്റിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെടികെ വരുന്ന മുഴുവൻ ഫുട്ബോൾ പ്രേമികൾക്കും ഇരുന്നുകൊണ്ട് മത്സരം വീക്ഷിക്കാനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. പഞ്ചവാദ്യ സംഘത്തിന്റെ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതപ്പോൾ സമയം പിന്നിട്ടാൽ ഈ സ്റ്റേഡിയത്തിൽ കലാശക്കൊണ്ടിന്റെ ഗ്രാൻഡ് ഫിനാലെ
ഗാലറിയിൽ പ്രവേശിക്കണമെന്ന് അറിയിക്കുന്നു. ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്കും ഇരുന്നുകൊണ്ട് മത്സരം വീക്ഷിക്കാനുള്ള സൗകര്യം നിങ്ങൾ ഗാലറിയിൽ ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ഇത് പരിപൂർണമായും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ധനശേഖരണം നടത്തപ്പെടുന്ന ഒരു ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ നിർബന്ധമായും ടിക്കറ്റുകൾ കരസ്ഥമാക്കി ഗാലറിയിൽ പ്രവേശിക്കാവൂ എന്ന് അറിയിക്കുന്നു. ചാലിശ്ശേരിയുടെ ജനകീയോത്സവത്തിന് ആരംഭത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. പ്രിയപ്പെട്ട കാണികൾ 15 മിനിറ്റും കൂടി ഇതിൻ്റെ സംഘാടകരോട് സഹകരിക്കണം, ഐക്യപ്പെടണം എന്നാദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കളി ചില പ്രയാസങ്ങളോട് കൂടിയാണ് തുടങ്ങിയത്. ചാലിശ്ശേരിയുടെ മതസാഹോദര്യവും സൗഹാർദ്ദവും തകർക്കാൻ ചില ഭാഗങ്ങളിലുള്ള ശ്രമമുണ്ടായപ്പോൾ ചാലിശ്ശേരിയിലും കേരളത്തിലുമുള്ള രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഇടപെട്ടുകൊണ്ടാണ് ആരവം സീസൺ 3 വിജയകരമായി ഇന്ന് ഫൈനലിലേക്ക് എത്തുന്നത്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മന്ത്രിമാരായ MP രാജേഷ്, മുഹമ്മദ് റിയാസ്, KPCCയുടെ നിർമ്മാണ സമിതി അംഗം പ്രിയപ്പെട്ട ബാലചന്ദ്രൻ മാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി തുടങ്ങിയവർ രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം മറന്ന്, കൊടിമീയുടെ നിറങ്ങൾ മറന്ന് നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് നൽകിയ പിന്തുണയാണ്, ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ സീസൺ 3 ഇന്ന് ആരവം ഈ ഫൈനലിലെത്തി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതിന് മറ്റു വിശദാംശങ്ങളിലേക്ക് അങ്ങനെ പോകുന്നില്ല. ഇത് ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാലചന്ദ്രൻ മാഷുണ്ട്. അദ്ദേഹത്തെ സ്നേഹോഷ്മളമായി ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട PR കുഞ്ഞുണ്ണി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെയും ഹൃദയപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ലെനിൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇതിന് വിന്നേഴ്സ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഇസാ ഗോൾഡ് MD ശ്രീ മിൻഷാദ്, വിന്നേഴ്സ് നൽകിയിട്ടുള്ള സഫാഡിജി സ്റ്റോർ MD ഷാഫി, ലൂട്ട് ക്ലോത്തിംഗ് സ്റ്റോർ അതിന്റെ ഉടമ ഉമ്മർ തുടങ്ങിയവരെല്ലാവരെയും സ്നേഹോഷ്മളമായി ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സ്ഥലം അനുവദിച്ച് പ്രതിസന്ധികളിൽ നമ്മളോടൊപ്പം നിന്ന് നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ച ക്ഷേത്ര ഊരാളൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട VMC നാരായണൻ നമ്പൂതിരിപ്പാട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫറൂഖ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പ്രയാൺ DYFയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും സ്നേഹോഷ്മളമായി ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതാവ് പണിക്കവീട്ടിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പണിക്കവീട്ടിൽ യൂസഫിനെയും സ്നേഹോഷ്മളമായി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമായിട്ടുള്ള രജീഷ് കുമാർ, ശിവാസ് തുടങ്ങിയിട്ടുള്ള ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും സ്നേഹോഷ്മളമായി ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ബാബ മാളിയേക്കൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനെല്ലൊക്കെ അപ്പുറമായി കഴിഞ്ഞ 3 വർഷമായി ഈ ഇതിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കാണികളാണ്, നാട്ടുകാരാണ്. നിങ്ങൾ നൽകുന്ന പൈസയാണ്, നിങ്ങൾ നൽകുന്ന പണമാണ് ഇതിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 2 വർഷമായും ഈ വർഷവും ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും സന്തോഷിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങൾ നൽകുന്ന പണവും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അപകടത്താലും ശാരീരിക അവശതകളാലും ശരീരം തളർന്നു പോയ എത്രയോ മനുഷ്യർ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ പണം കൊണ്ട് ശരീരം നിവർത്തി കാലുകൾ ഉറപ്പിച്ചു വെച്ച് ചുവട് വെച്ച് നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളോടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്. കഴിഞ്ഞ 2-3 തവണകളായി ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോഴും ആ സംഘർഷങ്ങളെ സംയമനത്തോടെ നേരിട്ടത് സംഘാടകർക്കപ്പുറമായി ഓരോ കാണിയുമാണ്. തീർച്ചയായും നിങ്ങളുടെ സംയമനത്തെ, ക്ഷമയെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളേവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ആശംസ നേരുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ബാലചന്ദ്രൻ മാഷെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലാണ് അത് വരവേൽക്കുക എന്ന് നല്ലപോലെ എനിക്കറിയാം. ഫുട്ബോൾ ഇതിന്റെ ഫൈനൽ ആരംഭിക്കാൻ വേണ്ടി നിർത്തി പിടിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നു. അവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1 മാസക്കാലമായി ചാലിശ്ശേരിയിലെ ജനാവലി എല്ലാം മറന്നുകൊണ്ട്
ഏതെല്ലാം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ ടൂർണമെന്റ് വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഇതിന്റെ പര്യവസാനം നടക്കുമ്പോൾ ഈ ടൂർണമെന്റ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നവര് പ്രത്യേകിച്ച് അവർക്ക് എല്ലാവർക്കും നിങ്ങളോട് നന്ദി പറയാനുള്ളത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നൂറുകണക്കിന് സഹപ്രവർത്തകന്മാർ, പേരെടുത്ത് പറയേണ്ട ഒട്ടനേകം പ്രവർത്തകന്മാരും അതിന് നയിച്ചവരും ഇവിടെയുണ്ട്. അതിനെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച 2-4 പേരുടെ പേര് പറയാതെ പോകുന്നത് ഉചിതമല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രിയങ്കരനായ ശ്രീ വി വി ബാലകൃഷ്ണൻ, സഹയാത്രിയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ അതിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട രഞ്ജിതേ, അതുപോലെ തന്നെ മാർവലിന്റെയും ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച, ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടോ അതിനെല്ലാം അതിജീവിച്ച പ്രിയപ്പെട്ട ശ്രീ അമ്മുണ്ണിയും, അതുപോലെ തന്നെ ഈ ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചതിന്റെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട സുനിൽ കുമാർ ഉൾപ്പെടെ, കുട്ടന്തമ്പുരാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പേരെടുത്ത് പറയേണ്ട ഒട്ടനേകം ആളുകളുടെ ആത്മാർത്ഥമായ